പൊന്നാര ഹബീബാളെ നമ്മൾ വന്നുപെട്ട് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ. എവിടെ ഫോറസ്റ്റ് കിടക്കണമെന്ന് വെച്ചാൽ നിലമ്പൂരാണെന്നറിയാം. നിലമ്പൂർ കക്കാടംപൊയിൽ റൂട്ടിലാണ്. അപ്പോൾ കക്കാടംപൊയിൽ റൂട്ടിൽ വരുന്നിടത്ത് റൈറ്റ് തിരിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആ റൂട്ടിന് കുറേ വന്നിട്ട് ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയം കഴിഞ്ഞ് പിന്നെ റോഡ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഏതായാലും നമ്മളൊരു റൂട്ടിന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടേക്ക് ഏതാണെന്നില്ല. അതാണ് നമ്മളെ ഇന്നത്തെ യാത്ര. നമ്മൾ ആദ്യം വന്നത് നാട്ടിൽ നിന്ന് അങ്ങനെ അടുത്ത് എവിടെയൊക്കെ ചാടണമെന്ന് എഴുതിയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിലും ബാഗ് നോക്കി പിടിച്ച് അങ്ങനെ പോകുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് ഏതൊരു ഫോറസ്റ്റിലാണ്, അത് നമുക്കറിയാം. എന്തായാലും നമ്മളങ്ങനെ ഒരു റൂട്ടിൽ അങ്ങനെ പോകുന്നുണ്ട്. ഇനി അടുത്തത് എടുക്കാമെന്നില്ല, ഒന്നും പറയാൻ പറ്റില്ല. എവിടെ അവസാനിച്ചോ അവിടെ നിർത്തും, നേരെ തിരിക്കും, നെക്സ്റ്റ് സ്ഥലം പിടിക്കും. ഇതൊക്കെയാണ് നമ്മുടെ വൈബ്. പിന്നെ വൈബ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിൽ പോയിരുന്ന വൈബ് അത് വേറെ തന്നെ. ഇവിടെ ഒരു കുഞ്ഞിനെ പോലും കാണാനില്ല. റോഡ് വെച്ച് വമ്പൻ ടാസ്ക് പറഞ്ഞാൽ വമ്പൻ ടാസ്ക്. കാറേറ്റൊക്കെ വരുമ്പോൾ ഭയങ്കര ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ. കാരണം ഈ അടി വരുത്താൻ സാധ്യത കൂടുതലാണ്. ജീപ്പേറ്റൊക്കെ പോരുകയാണെങ്കിൽ അടിപൊളിയാകാം കേട്ടോ, കൂളായി പോരാ. കാറേറ്റ് നമുക്ക് കുറച്ച് ടാസ്ക്കാണ് റോഡ്. എന്തായാലും നമ്മളെങ്ങനെയും വണ്ടികൾ വന്നിടത്തോടെ പോന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്താ ഇനി വരുന്നിടത്തൊക്കെ വെച്ചാൽ കാണാം. ആനയാണോ പുലിയാണോ എന്ത് തേങ്ങ പിണ്ണാക്കാണോ കാണണമെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ജീവനോടുണ്ടെന്ന് തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയോക്കട്ടെ. ഏത് മോഡ്? ഫോറസ്റ്റ് മോഡ് ഗൈസ്. ഇടയ്ക്കൊക്കെ മാറ്റി പിടിക്കണ്ടേ. എന്ന് ഊട്ടി കൊടൈക്കനാൽ അങ്ങനെ പോയിട്ട് വരില്ലല്ലോ. ഇടയ്ക്കൊക്കെ നമ്മളെ നാട്ടിൽ കൂടെ അല്ലേ ചെറിയ ചെറിയ ഫോറസ്റ്റുകളൊക്കെ ഉണ്ടാവും. ഉള്ളവരൊക്കെ പോയൊക്കെ നമുക്ക്. എന്തായാലും ഫോറസ്റ്റ് ഇപ്പം നിൽക്കുന്നത് നമ്മൾ നിലമ്പൂരാണെന്ന് അറിയാം. നിലമ്പൂർ കക്കാടംപൊയിൽ റൂട്ടിന് ഉള്ളൊരു ഫോറസ്റ്റ് ആണെന്നും അറിയാം. ഇപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഇതുപോലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡുകളൊക്കെ കുറേ കാണുന്നുണ്ടെങ്കിലും നമ്മൾ റൂട്ടിന് ഒറ്റ പിടുത്തം പിടിച്ചിരിക്കണേ. വരാലൊന്നും വൈക്കത്താൻ കൂടെ അറിയാനായിട്ടില്ല. അതേമാതിരിയാണ് നമ്മളെ അവസ്ഥ. വരാലൊന്നും വൈക്കത്താൻ ഒക്കെ നമുക്ക് തന്നെ ഇട്ട് കിട്ടും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചാണ് ഇപ്പോൾ നമ്മൾ ഇനി അടിക്ക് പോകണോ, പോയാൽ തിരിച്ചാൻ വല്ല സ്ഥലമുണ്ട്. നമ്മൾ പോകുന്നിടത്തോളം ഇപ്പോൾ എവിടെയും തിരിച്ചാൻ സ്ഥലം കണ്ടില്ല. ഫസ്റ്റ് കയറി അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ റോഡ് ഉണ്ടെങ്കിലും തിരിച്ചാനുള്ളൊരു സ്ഥലം പോലും കാണാമല്ലോ ഗൈസ്. അപ്പുറത്ത് ഇപ്പുറത്ത് ഫുള്ള് കാട്. വണ്ടിക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് വയ്യലും ചോദിക്കാൻ അതും കാണാനല്ല അവസ്ഥ. എന്നാലും നമുക്ക് പോയോക്കല്ല മുന്നോട്ട്. എവിടെ തിരിച്ചാൻ പറ്റണമെന്ന് വെച്ചാൽ തിരിച്ചാൽ, മുന്നോട്ടോ പോകാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും. ഏത് മോഡ് അതന്നെ. അപ്പോൾ ഓക്കെ ഗൈസ്, വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യും. നിർത്തി അവിടെ കല്ലെന്തിരും ഇട്ടാ ആ ചാര ഒരു പൊടിക്ക് ചാര ചാര ചരിക്കോ ചരിക്കോ അപ്പോൾ അവിടെയും കഴിച്ചില്ലായി. എങ്ങോട്ടോ ഇല്ലാത്ത യാത്ര, അതെന്തായാലും അടിപൊളി യാത്ര ആയിരുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊക്കെ പറയുന്നത് റോഡ് അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ഇത് തിരിച്ചും കയറണ്ടേ. വൈബില്ല അറിയുന്നത് ഫുള്ള് ഫോറസ്റ്റ്. നടക്കാം പന്നിയോ?
നിർത്തണ്ട വണ്ടി എടുത്തേ നിർത്താതെ അവിടെ പന്നി പന്നിയാൾ കാണാത്തൊന്നല്ല എന്നാലും അടി പോയത് ആ മാതിരി നല്ല ഫോറസ്റ്റ് വണ്ടി അവിടെ കിടക്കണോ നല്ല വീഡിയോസ് ഉണ്ടാക്കാം